നമസ്കാരം. അമ്മമാരൊക്കെ അറിഞ്ഞോ? ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങാൻ പോവുകയാണ്. 26-ാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ, അതായത് പിണറായി സർക്കാർ കഴിഞ്ഞ 5 വർഷവും, അതായത് തുടർച്ചയായി 10 വർഷമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് മുടങ്ങാതെ തന്നിരുന്ന ക്ഷേമ പെൻഷൻ, അത് ഇറങ്ങിപ്പോകാനുള്ള സന്ദർഭം എത്തുമ്പോഴും മുടക്കിയിട്ടില്ല. 26 മുതൽ ഈ മാസത്തെ, മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനും, അതിനോടൊപ്പം നിങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം, വിഷു പ്രമാണിച്ചു മാർച്ച് 31 മുതൽ ഏപ്രിൽ മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനേക്കാൾ മികച്ചത് എന്താണ് ഒരു സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരായ സർക്കാരിന്റെ ആ ക്ഷേമ സഹായത്തിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ചെയ്തു കൊടുത്തിട്ട് പോകേണ്ടത്? കണ്ടില്ലേ, ഒരു മാസത്തെ കാര്യം, വിഷുവാണ്, എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാകും, കൈനീട്ടങ്ങൾ കൊടുക്കാനുണ്ടാകും. ഒപ്പം തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പേരമക്കളെല്ലാം വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അവർക്കൊരു മുട്ടായി വാങ്ങി കൊടുക്കാൻ പോലും അവരുടെ കൈവശം പണമില്ലാത്ത അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു സർക്കാരിന്റെ കാഴ്ചപ്പാടായിരുന്നത്. അതെന്തുകൊണ്ടെന്നാൽ, ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണ്. ആ അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് പ്രായമായ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും അവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകരുത്. അവർ ഈ ക്ഷേമ പെൻഷനെ വല്ലാതെ ആശ്രയിച്ചു പോയിട്ടുണ്ട്. അവരുടെ പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഇന്നിപ്പോൾ ഈ ഒരു പണത്തിനെ കേന്ദ്രീകരിച്ചാണ് നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. പോരാത്തതിന് വിഷു കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ലൊരു വസ്ത്രം മേടിക്കണമെന്നുണ്ടെങ്കിൽ, വസ്ത്രം വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും ലഘുഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ വേണ്ടേ? അത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ ചെറുതെങ്കിൽ ചെറുത് 2000 രൂപ വെച്ച് 4000 രൂപ എത്തിച്ചു കൊടുക്കുകയാണ്. വലിയൊരു സഹായമല്ലേ ആ പാവപ്പെട്ടവരെ സംബന്ധിക്കുന്നിടത്തോളം? ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ 21 വരെ ഒന്നാം പിണറായി സർക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് എത്ര തുകയാണെന്ന് നിങ്ങൾക്കറിയോ? 39,000 കോടിയായിരുന്നു. എപ്പോൾ? 2016 മുതൽ 2021 വരെ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പെൻഷൻകാരുടെ നമ്പർ ഇന്നിപ്പോ കൂടിയിട്ടുണ്ട്. 62 ലക്ഷത്തിൽ പരം ആൾക്കാർക്കാണ് ഇപ്പോ 2021 മുതൽ 2026 വരെ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടി ചെലവഴിച്ചത് എത്രയെന്നറിയോ? 49,000 കോടിയിൽ പരം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നാട്ടിലെ മനുഷ്യർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സർക്കാർ വിനിയോഗിച്ചത് 49,000 കോടി രൂപ. ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സഹായമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടയ്ക്ക് GST എന്ന രീതിയിലൊക്കെ പുതിയ രീതിയിൽ നികുതി നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോയതിനു ശേഷം അത് തിരിച്ചു തരാതെ ബുദ്ധിമുട്ടിച്ച സന്ദർഭത്തിൽ 6 മാസം മുടക്കം വന്നു. അന്നേ പറഞ്ഞു, ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപ കുടിശ്ശിക വയ്ക്കാതെ മുഴുവൻ തന്നു തീർത്തിരിക്കും. ഒപ്പം തന്നെ അത് വർദ്ധിപ്പിച്ചിരിക്കുമെന്ന ഉറപ്പും കൊടുത്തു. വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 6 മാസം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ആ പ്രഖ്യാപനം. നവംബറിൽ വരുന്നതാണ്. ആ നവംബറിന് ശേഷം ഇതുവരെ ആ ക്ഷേമ പെൻഷന് മുടക്കം വന്നിട്ടില്ല. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ചില വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. കാര്യം, ജയിച്ചു വരികയാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയല്ല, പറഞ്ഞ കാര്യങ്ങൾ 1 മാസം കൂടി അഡീഷണലായി കൊടുത്തു തീർത്തുകൊണ്ട് വാക്ക് പാലിക്കുന്നവരാണ് ഈ സർക്കാർ എന്നും വാക്കിനാണ് വില എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ എന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള 62 ലക്ഷം മനുഷ്യരുടെ പ്രതീക്ഷയിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അതിൽ ഒരു പടി കൂടി കടന്ന് ഈസ്റ്ററും ദുഃഖവെള്ളിയും വിഷുവും ഉൾപ്പെടുന്ന ഒരു ആഘോഷ മാസത്തിന്റെ ദിനത്തിൽ അവർക്ക് മുൻകൂട്ടി പണം കൂടി എത്തിച്ചു കൊടുത്തുകൂടി ഈ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരൊറ്റ തീരുമാനം തെളിയിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. 4000 രൂപ ഏപ്രിൽ 1 ആകുമ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുക. അതായത് മാർച്ച് 26 മുതൽ ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനും മാർച്ച് 31 മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനുമാണ്. കുടിശ്ശികയും തീർത്ത് 1 മാസത്തെ അധിക ക്ഷേമ പെൻഷനും കൊടുത്ത് ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്നും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിതാന്തമായ ജാഗ്രതയുണ്ടെന്നു കൂടി ആ തീരുമാനം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, മുടങ്ങാതെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും പിണറായി 3.0 കേരളത്തിൽ വരേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം.